ദില്ലി മെയിം കോൺ എന്നുള്ളതാണ് ചോദ്യം. ദില്ലിയിൽ ആരായിരിക്കാനാണ് സാധ്യത? ഏറ്റവും പ്രധാനപ്പെട്ട 3 ഫാക്ടറുകൾ ഞാൻ പറയാം. ഈ തിരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ BJPയും കോൺഗ്രസും നടത്തിയ ആക്രമണങ്ങൾ ജനങ്ങൾ വിശ്വസിക്കുമോ? അതല്ല, അവർക്ക് മൊഹല്ല ക്ലിനിക്കുകൾ വഴി അവർക്ക് പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുക വഴി ദില്ലിയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി എന്ന തോന്നൽ അരവിന്ദ് കെജ്രിവാളിൽ വീണ്ടും പ്രതീക്ഷയായി വരുമോ എന്നുള്ളതാണ് ചോദ്യം. ദില്ലിയിൽ ഇപ്പോൾ മോദിയുണ്ട്, പക്ഷേ ദില്ലിയുടെ മുനിസിപ്പാലിറ്റി മേഖലയിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയാണ്, ദില്ലിയിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളാണ്. ആ അർത്ഥത്തിൽ രാജ്യത്തെ ഭരണം നിലനിർത്തുമ്പോഴും തലസ്ഥാനം കൈവിട്ടുപോയതിൻ്റെ വേദനയിലാണ് BJP. 27 വർഷമായി BJP ദില്ലി സംസ്ഥാനത്ത് അധികാരത്തിലില്ല. 27 വർഷത്തിനു ശേഷം ഒരു തിരിച്ചുവരവിനൊരുങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്തൊക്കെ ഫാക്ടറുകളായിരിക്കും ദില്ലിയിൽ BJPക്ക് അനുകൂലമായിട്ടുണ്ടാവുക? ഏതൊക്കെ ഫാക്ടറുകളായിരിക്കും ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടിയായിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 60.54% വോട്ടർ ടേൺ ഔട്ട്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 2.5% കുറവ് പോളിംഗ് പെർസെൻറ്റേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.